മകളുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. കുട്ടികൾ വലുതായി വരുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷനാണ് അവർക്ക് എന്ത് ടോയ്സ് മേടിച്ചു കൊടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ മേടിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അവർക്ക് പിന്നെ മിക്കപ്പോഴും വേണ്ടത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആയിരിക്കും. അത് മേടിച്ചു കൊടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അവർ കളിച്ച് വളരുന്ന പ്രായത്തിൽ കളിച്ച് തന്നെ വളരട്ടെ. അപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് വേണം. അപ്പോൾ അതിന് പറ്റിയ ഒരു വഴിയാണ് എസ് ഡേ എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് നിശ്ചയിച്ച് ഞാൻ അവളോട് പറയും അതിനുള്ളിലുള്ള ഏത് ടോയ്സും അവൾക്ക് മേടിക്കാം. ചില ടോയ്സൊക്കെ കാണുമ്പോൾ നമ്മൾ പറയില്ല, ഓ അത് ഓവർ പ്രൈസ്ഡ് ആണ്, അത് വേണ്ട എന്ന് പറയില്ല. പക്ഷെ അവർക്ക് ഉള്ളിൽ ചിലപ്പോൾ അത് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത് അവർക്ക് ഈ ഒരു ദിവസം യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ദിവസം അവർ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു ടോയ് അവരുടെ ബഡ്ജറ്റിന് പറ്റുമോ, അത് മേടിക്കാതിരുന്നാൽ വേറെ എന്തെങ്കിലും കൂടുതൽ സാധനങ്ങൾ മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ അവർ തന്നെ ആലോചിച്ച് ചിന്തിക്കും. അപ്പോൾ പിന്നെ അതൊരു എഡ്യൂക്കേഷൻ പർപ്പസും കൂടിയാണ്. കാരണം എന്താ, പൈസയുടെ മൂല്യം എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാകാം. പിന്നെ ഇതുപോലെ ഒരു എസ് ഡേ ആണ് കിട്ടുന്നതെന്ന് അറിയുമ്പോൾ തന്നെ ആൾ എക്സൈറ്റഡ് ആവും കേട്ടോ. ആളുടെ മനസ്സിൽ ഓൾറെഡി പ്ലാനിങ് തുടങ്ങും, എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ നിശ്ചയിച്ച് തുടങ്ങും. അപ്പോൾ ഇതെല്ലാം ഒരു നല്ല വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം ഒരു ഡെസേർട്ട് ഡേ ഔട്ടും കൂടി ആയതോടുകൂടി ബർത്ത്ഡേ ഭംഗിയായിട്ട് കലാശിച്ചു. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ. ഫ്രണ്ട്സിനൊരു കേക്കൊക്കെ മുറിക്കണ്ടേ, നമുക്ക് ചെറിയ ആഘോഷമൊക്കെ വേണ്ടേ. അപ്പോൾ പിന്നെ അവളുടെ ബെസ്റ്റിയുടെ ബർത്ത്ഡേയും കൂടിയായിരുന്നു അന്നേ ദിവസം. അതുകൊണ്ട് അത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഞങ്ങളൊരു ചെറിയൊരു ഔട്ട്ഡോർ ബർത്ത്ഡേ പാർട്ടിയും കൂടി നടത്തി കൊടുത്തു. ആ നിൽക്കുന്ന പാറക്കുട്ടിയുടെ ഐഡിയ ആണ് കേട്ടോ, റെഡ് തീമിലൊരു ബർത്ത്ഡേ പാർട്ടി വേണമെന്നുള്ളത്. അപ്പോൾ അവളുടെ ആഗ്രഹം അങ്ങനെ സാധിച്ചു കൊടുത്തു. എല്ലാവരും കൂടി ചേർന്ന് ഒരു ഔട്ട്ഡോർ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി ഡാൻസും പാട്ടും ബാർബിക്യൂ ഒക്കെ ആയിട്ട് ബർത്ത്ഡേ ആയിട്ട് അടിച്ചു പൊളിച്ചു. ഇങ്ങനെയുള്ള ചെറിയ സന്തോഷങ്ങളല്ലേ ജീവിതത്തിൽ പിന്നെ ഓർത്ത് വെക്കാനുണ്ടാവുക. കുട്ടികളുടെ ആ ചിരിക്കുന്ന മുഖത്തിന് വേണ്ടി ഇതൊക്കെ വേണ്ടേ.